ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നാം ദൈവത്തോട് ഒന്നുകൂടി അടുത്തിരിക്കുകയാണല്ലോ. പ്രാർത്ഥനകളാലും അപേക്ഷകളാലും നമസ്കാരങ്ങളാലും ഓരോ ദിവസവും വിശുദ്ധി നിറഞ്ഞ് ജീവിക്കുന്നവരാണ് നാം. ഈ നോമ്പ് നമ്മുടെ ആത്മപരിശോധനയ്ക്ക് ഉതകുന്നത് കൂടിയാണ്. നാം ചെയ്തുപോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ നാം പങ്കാളികളായിത്തീരുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നു. വെളിപാട് 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എങ്കിലും ഉടുപ്പും മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. യോഹന്നാൻ ഉണ്ടായ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 7 സഭകളെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു സഭയാണ് സർദീസിലെ സഭ. ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും അവിടെയുള്ളവർ മരിച്ചവരെ പോലെയാണ് ജീവിക്കുന്നത്. അതിനെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കുറച്ചു പേർ ക്രിസ്തുവിന് വേണ്ടി ഉടുപ്പ് മലിനമാകാതെ ജീവിക്കുന്നുണ്ട്. അവർ വെള്ളവസ്ത്രം ധരിച്ച് ക്രിസ്തുവിനോട് കൂടെ നടക്കുമെന്നാണ് പറയുന്നത്. ഉടുപ്പ് മലിനമാകാതെ ഇരിക്കണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം? ജഡികമായ ഉടുപ്പിനെ കുറിച്ചല്ല യോഹന്നാൻ ഇവിടെ പറയുന്നത്. ആത്മീയമായ ഉടുപ്പ് മലിനമാക്കരുത് എന്നാണ്. ജഡികമായ ഉടുപ്പ് മലിനപ്പെട്ടാൽ അത് കഴുകിക്കളയുവാൻ ഇന്ന് പല മാർഗങ്ങളും ഉണ്ട്. പക്ഷേ ആത്മീയമായ ഉടുപ്പ്, നമ്മുടെ പാപക്കറകളുള്ള ഈ ഉടുപ്പിൻ്റെ മലിനത അകറ്റണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തം തന്നെ ആവശ്യമാണ്. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദിവസം പ്രതി നാം ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആത്മീകമായ ഉടുപ്പ് മലിനപ്പെടാതെ നാം നോക്കണം. അതെ, നാമും ഈ നോമ്പിൽ ഉടുപ്പ് മലിനമാകാതെ ക്രിസ്തുവിനോട് കൂടെ നടക്കേണ്ടുന്നവരാണ്. നമ്മുടെ പാപങ്ങളാകുന്ന മലിന വസ്ത്രം നീക്കി നമുക്കും വെണ്മ വസ്ത്രം ധരിക്കാൻ ഇടയാകണം. ഒരു കഥ പറയട്ടെ. ഒരു മഞ്ഞുതുള്ളി വളരെ വെണ്മ നിറഞ്ഞതാണ്. അതിന് ഒരു മോഹം ഒഴുകുന്ന പുഴയിലൂടെ യാത്ര ചെയ്യാൻ. ഒരു ദിവസം അത് പുഴയിലേക്ക് വീണു. തൻ്റെ ആഗ്രഹം സബലീകരിച്ചു. അത് പുഴയിലൂടെ തൻ്റെ യാത്ര ആരംഭിച്ചു. ആദ്യമുള്ള മഞ്ഞുതുള്ളിയുടെ കാഴ്ചകൾ വളരെ സന്തോഷമുള്ളതായിരുന്നു. എങ്കിലും പിന്നീട് അങ്ങോട്ട് അഴുക്കുള്ള വെള്ളത്തോടൊപ്പമായിരുന്നു അതിൻ്റെ യാത്ര. അത് ചെളിയിലൂടെ മഞ്ഞുതുള്ളിയും അഴുക്കുള്ളതായി തീർന്നു. അതുപോലെയാണ് നാം വിശുദ്ധരായിരുന്നവരായിരുന്നു. ലോകപ്രകാരമുള്ള ജീവിതത്തിൽ നാം അഴുക്കിലേക്ക് സ്വയം വീണുപോകുകയാണ്. തിരിച്ചു കയറാൻ സാധിക്കാത്ത വിധത്തിൽ നാം ഓരോരുത്തരും ആ പാപച്ചെളിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ തയ്യാറാണോ? കാൽവറിയിൽ യാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി മരിച്ച ഒരു ക്രിസ്തു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മനം തിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരുക. ഇതിനായി ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ